ഫോളോ ചെയ്യാം. KSRTC ജീവനക്കാർക്ക് ശമ്പളം ഗഡുക്കളായി നൽകുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് ഗതാഗത മന്ത്രി ആന്റണി രാജു രംഗത്ത് വന്നു. ജീവനക്കാരെ സഹായിക്കാനാണ് പുതിയ തീരുമാനമെന്നും ദോഷം ആർക്കും ഉണ്ടാകില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. അവരെ സഹായിക്കാനാണിത്, അല്ലാതെ ആരെയും ഉപദ്രവിക്കാനില്ല. ഇതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഒരു ദോഷവും ഉണ്ടാകുന്നില്ല. കാരണം ആവശ്യമുള്ളവർക്കെല്ലാം 5-ാം തീയതിക്ക് മുമ്പേ ശമ്പളം പകുതിയെങ്കിലും മേടിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതൊരു ഉപകാരമായിരിക്കും. ഒരുമിച്ച് വേണ്ടവർക്ക് ഗവൺമെൻറ് പണം കൂടെ കിട്ടിയതിന് ശേഷം ധനകാര്യ വകുപ്പ് ഗവൺമെന്റ് നൽകുന്ന സഹായം കൂടി കിട്ടിയതിന് ശേഷം ഒരുമിച്ച് ഇത്തരം കാര്യങ്ങളിലെല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് സ്വാതന്ത്ര്യം. അതൊന്നും ഗവൺമെന്റ് അറിയേണ്ട കാര്യമില്ല, ഗവൺമെന്റ് അനുവാദം ആവശ്യമില്ല. അതാണല്ലോ പിന്നെ PSUസിന്റെ ഒരു പ്രത്യേകത. സർക്കാർ നേരിട്ട് ശമ്പളം കൊടുക്കുന്ന സ്ഥാപനം പോലും അല്ലല്ലോ ഇതൊന്നും. പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുണ്ട് KSRTCക്ക്. ലാഭം എന്നതിനപ്പുറത്തേക്ക് സേവനത്തിന് മുൻഗണന നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യം. എന്നാൽ കാലഹരണപ്പെട്ട പരിഷ്കാരങ്ങളും തീരുമാനങ്ങളും നടപ്പിലാക്കുന്നതിൽ അശാസ്ത്രീയതയും KSRTCക്ക് നൽകുന്നത് ഒരു വെള്ളാനയുടെ പരിവേഷമാണ്. ഉറപ്പാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്, അനിവാര്യതയാണ്. എന്നാൽ KSRTC അതിന്റെ നിലനിൽപ്പ് തന്നെ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ചെയ്ത ജോലിക്ക് ശമ്പളം എന്നത് ഒരു ഔദാര്യമൊന്നുമല്ല, അത് അവകാശമാണ്. എന്നാൽ അവകാശത്തിനൊപ്പം ഉത്തരവാദിത്തം എന്നൊരു സംഗതി കൂടി ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തേണ്ടതുമുണ്ട്. ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ ശമ്പളം നൽകുന്നതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. ആ അവസ്ഥയിലേക്ക് ഈ പൊതുമേഖലാ സ്ഥാപനത്തെ നയിച്ചത് എന്താണ്? ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയൂ എന്ന് ചില ഓർമ്മപ്പെടുത്തലുകൾ ചിലരുടെ ഭാഗത്തു നിന്നെങ്കിലും ഉയർന്നു വരുന്നുണ്ട്. തൊഴിലാളി സംഘടനകളുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ആനവണ്ടിക്ക് പൂട്ടിടുന്നു എന്ന വിമർശനവുമുണ്ട്. പ്രതിഷേധങ്ങൾ അനാവശ്യമായി ചാപ്പ കുത്തുന്നവരുമുണ്ട്. CMDയുടെ കോല ഉൾപ്പെടെ കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് ഇത്തവണ അരങ്ങേറിയത്. സഹായം പറ്റി മാത്രമേ KSRTCക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ? അല്ലെങ്കിൽ അത്തരത്തിൽ മാത്രമാണോ KSRTC നിലനിൽക്കേണ്ടത്? അഡ്ജസ്റ്റ്മെന്റ് ഒരു ശാശ്വത പരിഹാരമാണോ? കേരള വിഷൻ ന്യൂസ് പരിശോധിക്കുകയാണ് കട്ടപ്പുറത്തെ അഡ്ജസ്റ്റ്മെന്റ്. ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മോടൊപ്പം പ്രതികരിക്കുന്നതിനായി ആയൂർ ബിജു ഉണ്ട്. കേരള കോൺഗ്രസ് പ്രതിനിധിയായിട്ട് KK ഷാജി TDFിൻ്റെ എറണാകുളം ജില്ലയുടെ മേധാവിയാണ്. ഒപ്പം തന്നെ K രാജേഷ് ഉണ്ട്, BMSന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. ഈ 3 പേരുമാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കാനുള്ളത്. ഇപ്പോൾ ആയൂർ ബിജു ഇതിലേക്ക് തന്നെ ആദ്യമേ പോവുകയാണ്. ശ്രീ ബിജു, ഈ ഒരു വിഷയത്തിൽ KSRTC അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയുടെ പ്രതികരണം ഇന്ന് അങ്ങ് കണ്ടിട്ടുണ്ടാവും. വളരെ തേൻപുരട്ടിയുള്ള പ്രതികരണം എന്ന് തന്നെ പറയാം. ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയല്ല സർക്കാരിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഒരു നടപടിയിലൂടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു നടപടിയായിട്ടാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. എങ്ങനെ കാണുന്നു? ദീർഘമായ കാഴ്ചപ്പാടോട് കൂടിയാണ് ഇന്ന് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. KSRTCയിൽ ഓരോ ഉദ്യോഗസ്ഥനും ബുദ്ധിമുട്ടുണ്ടാകരുത്. സാമ്പത്തികമായ പ്രയാസം KSRTCയിൽ ഉണ്ടെന്നത് ഇന്ന് മുതലുള്ള അല്ല, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. ഒരുപക്ഷെ KSRTCയുടെ ചരിത്രത്തിൽ തന്നെ ഈ വിഷയം നമുക്കറിയാം. ഒരു ഗവൺമെന്റ് ഇതര അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനമായ KSRTC അത് നിലനിൽക്കുന്നത് എല്ലാ കാലത്തും ഗവൺമെന്റിന്റെ എയ്ഡ് കൊണ്ടാണ്. അല്ലാതെ ഈ ഇവിടുന്ന് വരുന്ന KSRTCയുടെ വാഹനം ഓടി വരുന്ന വരുമാനം കൊണ്ടല്ല. ഇപ്പം നേരത്തെ തന്നെ മന്ത്രി പറയുകയുണ്ടായി, കഴിഞ്ഞ വർഷം 1250 കോടി രൂപ ഗവൺമെന്റ് കൊടുക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ KSRTC ഇന്ന് ഈ നിലയിൽ നിലനിന്നു പോയത്. ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കണം. ഇവിടെ പ്രിയപ്പെട്ട BMSന്റെ ഒക്കെ തൊഴിലാളി നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. ഈ സ്ഥാപനത്തെ ഈ നിലയിൽ കൊണ്ട് എത്തിച്ചതിൽ ആരാണ് ഉത്തരവാദി? ഭരണ സംവിധാനമാണോ? മന്ത്രിയാണോ? അതിന്റെ MD ആണോ? അല്ലെങ്കിൽ ചീഫ് ഓഫീസിൽ ഇരിക്കുന്ന ജോലിക്കാരാണോ? ആരുമല്ല. വ്യക്തമാണ് KSRTC ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ തന്നെയാണ്. ഒരു മനുഷ്യൻ റോഡിൽ നിന്നാൽ ഇവർ ഈ വാഹനത്തിൽ കയറ്റുമായിരുന്നു, കൈ കാണിച്ച് അവിടെ നിർത്തുമായിരുന്നു. ഇറങ്ങണമെന്ന് 1 കിലോമീറ്റർ മുന്നേ പറഞ്ഞാൽ 4 കിലോമീറ്റർ അപ്പുറത്തെ ഈ വാഹനം നിർത്തുള്ളായിരുന്നു. വിദ്യാർത്ഥികൾ കൈ കാണിച്ചാൽ നിർത്തില്ല. 5 പേര് ഒരുമിച്ച് കൂടി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 100 മീറ്റർ ദൂരെ മാറ്റി ഈ ബസ്സുകൾ നിർത്തും.
ഈ പറയുന്ന പ്രിയപ്പെട്ട എബി ജോൺ തോമസ് ഉൾപ്പെടെയുള്ള ആൾക്കാര്, എനിക്ക് ഇന്ന് 51 വയസ്സുണ്ട്. എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ, കോളേജ് കാലഘട്ടത്തിൽ ഈ KSRTC ബസിന്റെ പുറകെ എത്രയോ തവണ ഞങ്ങൾ ഓടിയിട്ടുണ്ടെന്ന് അറിയാമോ? ഉത്തരവാദിത്ത ആർക്കാണ്? ശമ്പളം വാങ്ങിക്കുക, രാവിലെ വരിക, വണ്ടി എന്താണ് ഡിപ്പോയിൽ നിന്ന് എടുക്കുക, കൃത്യസമയത്തോ അല്ലാതെയോ വണ്ടി കൊണ്ടുപോവുക, തനിക്ക് തോന്നുന്ന സമയത്ത് തിരിച്ചു കൊണ്ടുവരിക. എവിടെയെങ്കിലും ഒരു ടയർ പഞ്ചർ ആയാൽ ഇവര് അതിനെ പണിയുമായിരുന്നു. ഇതിന്റെ ഗ്ലാസിനകത്ത് ഒരു വെള്ളം ഇവർ ഒഴിക്കുമായിരുന്നു? ഒരിക്കലും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്ത ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇന്ന് BMSന്റെ ആയാലും CATന്റെ ആയാലും INTUCയുടെ ആയാലും ഒരു ജോലിക്കാരൻ പറഞ്ഞേ ആ KSRTC ബസിന്റെ ഫ്രണ്ടിലെ ആ ഗ്ലാസ് ഒന്ന് കഴുകി തുടച്ചിട്ട് പോലെ ഏതെങ്കിലും ഡ്രൈവർ ഉണ്ടോ? അതിനകത്തൊരു പൊടി അല്ലെങ്കിൽ അതിനകത്ത് കിടക്കുന്ന വേസ്റ്റുകൾ ഒന്ന് തൂത്ത് വൃത്തിയാക്കി പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. രാവിലെ വരുന്നു, ഡോക്ടറെ പോലെ വരുന്നു, അവിടെ കയറി സീറ്റിൽ കയറി ഇരിക്കുന്നു, വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. ബെല്ലടിച്ചാൽ നിർത്തില്ല, ബെല്ല് അടിക്കത്തുമില്ല. കണ്ടക്ടർ ബെല്ലടിക്കത്തില്ല. കണ്ടക്ടർ ബെല്ലടിച്ചാൽ ഡ്രൈവർ നിർത്തില്ല. കണ്ടക്ടർ 2 കിലോമീറ്റർ മുന്നേ അടിച്ചാൽ 4 കിലോമീറ്റർ അപ്പുറത്തെ ബസ് നിർത്തും. ഞാൻ കൃത്യമായി പറയുന്നു, ഈ സ്ഥാപനത്തെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇവിടെയുള്ള ജോലിക്കാർക്ക് തന്നെയാണ്. പെൻഷൻ പറ്റിയവരും ഇന്ന് ജോലി ചെയ്യുന്നവരും ആയ ആൾക്കാർക്ക്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടുത്തെ പ്രൈവറ്റ് വാഹനങ്ങൾ ഉണ്ട്. ഈ വാഹനങ്ങളൊക്കെ ലാഭത്തിലല്ലേ? എത്ര വാഹനമാണ് നഷ്ടത്തിലോടുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ സ്ഥാപനം ലാഭത്തിലോടുന്നില്ല? ഇതിനെ ലാഭത്തിൽ കൊണ്ടുവന്നാലും ലാഭത്തിൽ കൊണ്ടുവന്നില്ലേലും എനിക്ക് ശമ്പളം കിട്ടും എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ ജോലി കൃത്യമായി ചെയ്യുന്നില്ല. മാസ ശമ്പളത്തിന് നിർത്തുന്ന ഉദ്യോഗസ്ഥനെ നിങ്ങൾ ദിവസ ശമ്പളത്തിന് നിർത്തി നോക്കൂ, അതിൽ കൃത്യമായിട്ട് ജോലി ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് മന്ത്രി വളരെ കൃത്യമാണ്, സാമ്പത്തിക പ്രാരാബ്ധമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. അതുകൊണ്ട് എന്നിരുന്നാൽ പോലും ജീവനക്കാർ ശമ്പളം കൊടുക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ഉത്സാഹം, അദ്ദേഹം പറയുകയാണ്, പൈസ മുഴുവൻ ശമ്പളവും തരാൻ പറ്റില്ലെങ്കിൽ പകുതി ശമ്പളങ്ങൾ വാങ്ങിക്കൂ, നിങ്ങളുടെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നിറവേറ്റൂ, നിങ്ങൾക്ക് ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ പൈസ ഉപയോഗിക്കൂ, ബാക്കി പൈസ തരാം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൽ നിന്ന് വരുന്ന പൈസ, സാമ്പത്തിക സഹായം കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ ബാക്കി തുക തരാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു ജനാധിപത്യ ഗവൺമെന്റിന്റെ, ഒരു ജനാധിപത്യ സർക്കാരിന്റെ, ഒരു മന്ത്രിയുടെ അദ്ദേഹത്തെ അംഗീകരിക്കലേ വേണ്ടത്. അദ്ദേഹത്തെ വീണ്ടും നിങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളെ തൃണവൽക്കരിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകളെ ദോഷമായി ചിത്രീകരിച്ചുകൊണ്ട് പോകരുത്. അദ്ദേഹം സ്ഥാപനം നിലനിൽക്കണം, അതേസമയം ജീവനക്കാരും അവരുടെ കുടുംബവും നിലനിൽക്കണം എന്നുള്ള വ്യക്തമായ ധാരണയോട് കൂടിയാണ് ഇന്ന് സംസാരിച്ചിരിക്കുന്നത്. ആർക്കെതിരെ പറയാൻ പറ്റും അദ്ദേഹം പറഞ്ഞതിനെ? പ്രിയപ്പെട്ട ACBയുടെ പ്രിയപ്പെട്ട അവതാരകനെ എബി ജോണിനോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കത് നിഷേധിക്കാൻ സാധ്യമാകുമോ? കട്ടപ്പുറത്തിരിക്കുന്ന സ്ഥാപനമാണ്, ഇന്നു മുതലല്ല, വർഷങ്ങളായി. അതായത് ഒരുപക്ഷെ KSRTC തുടങ്ങിയ കാലഘട്ടം മുതൽ എനിക്ക് തോന്നുന്നു R ബാലകൃഷ്ണപിള്ള സാറോ അല്ലെങ്കിൽ ഗണേശോ ഒക്കെ ഈ വകുപ്പ് പരിചയത്തിലുള്ള സമയത്ത് ഒരുപക്ഷെ അല്പം നഷ്ടമില്ലാതെ ഓടിയിട്ടുള്ളതായിരിക്കാം. എന്നിരുന്നാൽ പോലും അന്നും അല്ലാതെ പോലെ നഷ്ടമില്ലാതെ ഓടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? കുട്ടികളുടെ കൺസെഷൻ ഉണ്ട്, മറ്റു വിവിധ കൺസെഷൻ ഉണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഇത് നടത്തിക്കൊണ്ടുപോകുന്നു. അല്ല, ആർ ബാലകൃഷ്ണപിള്ളയും ഒപ്പം തന്നെ ഗണേഷ് കുമാറും അല്ലെങ്കിൽ ഭരിക്കുന്ന സമയത്ത് ഇതിന് കൃത്യമായ രീതിയിൽ നഷ്ടമില്ലാതെ ഓടാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? അങ്ങ് കേൾക്കാമോ? ഹലോ ജോൺ തോമസ്, കേൾക്കാമോ? പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചത് ആർ ബാലകൃഷ്ണപിള്ളയും ഒപ്പം തന്നെ ഗണേഷ് കുമാറൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു മികച്ച രീതിയിൽ തന്നെ ഈ ഒരു അല്ലെങ്കിൽ KSRTCയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് സാധിക്കുന്നില്ല. ഇപ്പോഴല്ല, കുറച്ച് കാലങ്ങളായിട്ട് അത് സാധിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഹലോ എബി ജോൺ തോമസ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ
ബിജു അങ്ങനെയൊക്കെ തിരിച്ചു വരാം. കെ ഷാജി, അങ്ങേക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രീ ബിജു പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തൊഴിലാളികളാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രി പറഞ്ഞത് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു തീരുമാനമാണ്, അതിനെ ഏറ്റവും സ്വാഗതാർഹമായി തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? ശ്രീ ബിജു സാർ പറഞ്ഞത് ഞാൻ മുഴുവനായി കേട്ടു. അദ്ദേഹം പറഞ്ഞത് തന്നെ അബദ്ധജടിലമായ കാര്യങ്ങളാണ്. കേരളത്തിലുള്ള KSRTCയുടെ നടത്തിപ്പിന്, അതിന് വീഴ്ചകൾക്ക് കാരണം KSRTCയുടെ ജീവനക്കാരാണെന്ന് പറയുമ്പോൾ KSRTC ജീവനക്കാരെ പറ്റിയും KSRTC പറ്റിയും മാന്യനായ അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ KSRTCയുടെ ജീവനക്കാർ അനുഭവിക്കുന്ന കഷ്ടതകൾ, നഷ്ടതകൾ ഈ ഓണക്കാലത്ത് പോലും 1958 മുതൽ KSRTC ജീവനക്കാർ അനുഭവിച്ചു വന്നിരുന്ന, അല്ലെങ്കിൽ കേരളത്തിലുള്ള ഇതര ജീവനക്കാർ അനുഭവിച്ചു വന്നിരുന്ന ഓണക്കാല ആനുകൂല്യങ്ങൾ പോലും ഈ വർഷം KSRTC ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ ബോണസ് ലഭിച്ചിട്ടില്ല. ശമ്പളം ഓണക്കാലത്ത് തന്നത് തന്നെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് പണ്ട് കാലത്തൊക്കെ 5-10% ആൾക്കാർ അങ്ങനെ KSRTC ജീവനക്കാർ കൈ കാണിച്ചാൽ നിർത്താതെയും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഓടുന്ന ബസ്സുകളെല്ലാം അങ്ങക്ക് പരിശോധിക്കാവുന്നതാണ്. KSRTC ബസ്സുകളെല്ലാം KSRTCക്ക് ഒരു നിയമമുണ്ട്, ഇത്ര ആൾക്കാരെ കയറ്റാൻ പറ്റുകയുള്ളൂ, ഇത്ര സീറ്റ്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ, മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ജോലി ചെയ്യുന്നവരാണ് KSRTC ജീവനക്കാർ. ഞാൻ പറയുന്നത് KSRTCയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ഇതിന് നേതൃത്വം കൊടുക്കുന്ന മാനേജ്മെന്റും ഇവിടുത്തെ ഗവൺമെന്റുമാണ്. 2016 ശേഷമുണ്ടായ KSRTCയിലുണ്ടായ സംഭവങ്ങളെ 1 by 1 ആയിട്ട് എടുത്താൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുശീൽ ഖന്ന എന്ന് പറയുന്ന ഒരു ബംഗാളിൽ നിന്നുള്ള ഒരു പ്രൊഫസറെ കൊണ്ടുവന്ന സുശീൽ ഖന്ന റിപ്പോർട്ട് ഈ കേരളത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുകയും അദ്ദേഹത്തെ കുറിച്ചുള്ള ആ പഠന റിപ്പോർട്ട് തൊഴിലാളികളുമായോ അല്ലെങ്കിൽ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായോ ഒരു ചർച്ചയും ചെയ്യാതെ അനാശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കിയതാണ് KSRTCയുടെ ഇന്നുള്ള ഈ പതനത്തിന് കാരണമെന്ന് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് തന്നെ അറിയാമല്ലോ, ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുള്ള കാര്യമാണോ? ലോകത്തെവിടെയെങ്കിലും ഒരു തൊഴിലാളി ശമ്പളത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ ശമ്പളം കാലായും അരയായും മുക്കാലായും കൊടുക്കാമെന്ന് ഒരു ഭരണാധികാരികളും മാനേജ്മെന്റും പറയുമ്പോൾ അതിന് എവിടെയോ അബദ്ധം പറ്റി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ വിനയത്തോടു കൂടി, കേരളത്തിലെ KSRTC ഒരു മാസത്തെ വരുമാനം 179 കോടി മുതൽ 221 കോടി വരെയാണ്. ജനുവരി മാസം KSRTCയുടെ വരുമാനം 221 കോടി രൂപയാണ്. 221 കോടി രൂപ ലഭിക്കുമ്പോഴും 179 കോടി രൂപ ലഭിക്കുമ്പോഴും 180 കോടി രൂപ ലഭിക്കുമ്പോഴും 200 കോടി രൂപ ലഭിക്കുമ്പോഴും 239 കോടി രൂപ ലഭിക്കുമ്പോഴും 50 കോടി രൂപ സർക്കാർ സഹായം കിട്ടുമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് വിനയത്തോടു കൂടി ചോദിക്കുവാനുള്ളത്, ഈ KSRTCയിലെ ജീവനക്കാർ രാവെന്നോ പകലെന്നോ ഇല്ലാതെ പണിയെടുത്തു കൊണ്ടുവരുന്ന പൈസ എന്ത് കാര്യങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത്? ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ് ഇല്ലാതെ ഈ KSRTCയെ ഈ 7 വർഷക്കാലമായി ഇവിടെ കേരള രാജ്യം ഭരിക്കുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണ് ഇത്തരത്തിൽ എത്തിച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി, ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി തൊഴിലാളി പ്രതിനിധികളുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, എല്ലാ മാസവും 5-ാം തീയതി ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞു. ആ 5-ാം തീയതി ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞ ആ ഒരു മാസക്കാലമല്ലാതെ നാളിന്ന് വരെ KSRTC ജീവനക്കാർക്ക് 5-ാം തീയതിക്ക് മുൻപ് അല്ലെങ്കിൽ 5-ാം തീയതിയോ ശമ്പളം തരുവാനുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ എവിടെയാണ് വീഴ്ച പറ്റിയിട്ടുള്ളത്? KSRTC ജീവനക്കാർ ജോലി ചെയ്യുന്നത് KSRTC ജീവനക്കാരുടെ ഇഷ്ടത്തിനാണോ? ഇവിടുത്തെ മാനേജ്മെന്റും ഇവിടുത്തെ സർക്കാരും പറയുന്ന സ്ഥലത്തേക്ക് വണ്ടി ഓടിക്കുന്നു, ഇവിടുത്തെ സർക്കാർ നിശ്ചയിക്കുന്ന റൂട്ടുകളിലേക്ക് വണ്ടി ഓടിക്കുന്നു. ആ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ കളക്ഷൻ കൃത്യമായി 7.5 കോടി മുതൽ 12 കോടി, 8 കോടി, 12 കോടി രൂപ വരെ പ്രതിദിന കളക്ഷനായി അടക്കുന്ന KSRTC ജീവനക്കാർക്കാണ് ഈ കോർപ്പറേഷന്റെ അല്ലെങ്കിൽ ഈ കോർപ്പറേഷന്റെ നഷ്ടത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന പൊതുജനങ്ങൾ അത് വിശ്വസിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കൂ, ഞങ്ങൾ ഓണക്കാലത്ത് 2 മാസത്തെ ശമ്പള കുടിശ്ശിക വന്നിട്ടും ഞങ്ങൾ ഒരു പണിമുടക്കിലേക്ക് പോകാൻ തയ്യാറായില്ല. ഞങ്ങൾ ഒരു പണിമുടക്കിലേക്കും പോകാൻ ഞങ്ങൾ തയ്യാറായില്ല. ഇവിടെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നടപ്പിലാക്കിയ ഓരോ പരിഷ്കരണങ്ങളും ബദലി എന്ന് പറഞ്ഞുകൊണ്ട്
പിന്നെ ജീവനക്കാരെ നിയമിക്കുന്നു. ഇവിടുത്തെ എംപാനൽ ജീവനക്കാരെ വർഷങ്ങളായിട്ടുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഇവിടെ യാത്രാ ഫൂൾസ് തുടങ്ങി, സിംഗിൾ ഡ്യൂട്ടി പാറ്റേൺ നടപ്പിലാക്കി, മെക്കാനിക്കുകളുടെ ഡ്യൂട്ടി പരിഷ്കരണം കൊണ്ടുവന്നു. ഇങ്ങനെ കാലങ്ങളായുള്ള എല്ലാവിധ പരിഷ്കരണ നടപടികളും പരാജയപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ മാനേജ്മെന്റ് നിൽക്കക്കള്ളിയില്ലാതെ തൊഴിലാളികളെ വീണ്ടും സമര തീച്ചൂളയിലേക്ക് തള്ളിവിടുന്നതിനുള്ള ഒരു കുതന്ത്രവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ശരാശരി കോർപ്പറേഷന്റെ ഒരു മാസത്തെ വരുമാനം 180 കോടി രൂപയാണ്. ഈ 180 കോടി രൂപയിൽ ശരാശരി ഏറ്റവും പ്രിഫറൻസ് കൊടുക്കേണ്ടത് ശമ്പളത്തിനും ഡീസലിനുമല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ 160 കോടി രൂപയാണ് പ്രതിമാസം ശമ്പളത്തിനും ഡീസലിനും കൂടി ചെലവ് വരുന്നത്. ബാക്കി 20 കോടി രൂപ മറ്റുള്ള കാര്യങ്ങൾക്കും ഗവൺമെന്റിൽ നിന്ന് സാമ്പത്തിക സഹായം കിട്ടുന്നതിന് വേണ്ടിയുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിച്ചു കഴിഞ്ഞാൽ തൊഴിലാളികൾ ശമ്പളം കൊടുക്കാൻ കഴിയും. പക്ഷേ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതെ അത് ആ പൈസ മറ്റുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിച്ചുകൊണ്ട് എല്ലാ ചിലവുകളും കഴിഞ്ഞാൽ ബാക്കിയുണ്ടെങ്കിൽ ശമ്പളം കൊടുക്കാമെന്നുള്ള സർക്കാരിന്റെയും മാനേജ്മെന്റിന്റെയും പിടിപ്പിക്കടല്ലേ ഇത്തരത്തിലൊരു ഇതിലേക്ക് ഈ ഒരു നിമിഷം തുടരാം. ഇപ്പോൾ കെ രാജേഷ് ഉണ്ട്, BMSന്റെ പ്രതിനിധിയായിട്ട്, സ്റ്റേറ്റ് പ്രസിഡന്റാണ് അദ്ദേഹം. ശ്രീ രാജേഷ്, ഇത്തരത്തിൽ ഇന്നത്തെ മന്ത്രിയുടെ ഒരു പ്രസ്താവന, അത് കഴിഞ്ഞ ദിവസം നേരത്തെ KSRTC MD വ്യക്തമാക്കിയ ആ ഒരു നിലപാടിനെ തന്നെ അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനൊരു അനുവാദം കൊടുക്കുന്ന രീതിയിൽ തന്നെയുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇപ്പോൾ ഇതിനു മുമ്പ്, അല്പസമയം മുമ്പ് ആയൂർ ബിജു പ്രതികരിച്ചത്, ഇത്തരത്തിൽ KSRTCക്ക് ഒരു ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിൽ ജീവനക്കാർ കാണിച്ചിട്ടുള്ള ചില ചെയ്തികളുടെയൊക്കെ ഒരു ഫലം എന്ന നിലയിൽ മാത്രമാണ് നമുക്കതിനെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം അതാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങയുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായിട്ടും MD പറഞ്ഞത് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. അതിനർത്ഥം ഇത് ഗവൺമെന്റിന്റെ തീരുമാനമാണ് MD KSRTCയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. KSRTCയിൽ 26,000-ഓളം വരുന്ന തൊഴിലാളികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. KSRTC എന്ന സ്ഥാപനം നഷ്ടത്തിലായതുകൊണ്ട് ഗഡുക്കളായിട്ട് ശമ്പളം കൊടുക്കാം. ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്തരത്തില് 30 ദിവസം പണിയെടുത്താൽ ഗഡുക്കളായിട്ട് ശമ്പളം കൊടുക്കാം? അങ്ങനെയാണെങ്കിൽ ആദ്യം അവര് നമ്മളുടെ നിയമസഭ കേരളം 3.5 ലക്ഷം കോടി കടത്തിലാണല്ലോ. മന്ത്രിമാരും MLA മാരും ഗഡുക്കളായിട്ട് ആദ്യം ശമ്പളം കാണിക്കട്ടെ KSRTC ജീവനക്കാരുടെ മുന്നിൽ. രാവെന്നോ പകലെന്നോ നോക്കാതെ, മഴയെന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ ജോലി ചെയ്യുന്ന KSRTC ജീവനക്കാരന്റെ ശമ്പളത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്കത് മുഴുവനായിട്ട് ചർച്ച കേൾക്കാൻ കഴിയുന്നില്ല. 200-ലധികം കോടി രൂപ നേരിട്ട് ക്യാഷ് ആയിട്ട് ഗവൺമെന്റിൽ കൊണ്ടുവന്ന് അടയ്ക്കുന്ന വേറെ ഏത് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും രൂപ അടച്ചുകൊണ്ട് ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കില്ല, ഗഡുക്കളായിട്ടേ കൊടുക്കുള്ളൂ എന്നുള്ളത് ഇവിടുത്തെ ഗവൺമെന്റിന് ഒരു അജണ്ടയുണ്ട്. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇവിടുത്തെ ഗവൺമെന്റിന് വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. അത് ഈ ഗവൺമെന്റ് MDയിലൂടെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്ത് കെട്ടിവെച്ചുകൊണ്ട് നടപ്പാക്കുക. ഈ സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യണം. സഹകരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഈ സ്ഥാപനത്തെ തീരെഴുതണം. കുത്തക മുതലാളിമാർക്ക് വേണ്ടി ഈ സ്ഥാപനത്തെ തീരെഴുതണം. ഇതിലെ തൊഴിലാളികളാണ് പ്രശ്നം എന്നുള്ള ഒരു വരുത്തി തീർക്കാൻ സമൂഹ മധ്യത്തിൽ തൊഴിലാളികളെ തരം താഴ്ത്താനുള്ള ഒരു സംവിധാനമാണ് ഇപ്പൊ ഈ ഗവൺമെന്റ് മാനേജ്മെന്റ് നടത്തുന്നത്. ഓട് പൊളിച്ച് വന്ന ആളുകളല്ല KSRTC ജീവനക്കാർ. KSRTC ജീവനക്കാർ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ജോലിയിൽ വന്ന PSC എഴുതിയും മറ്റുമായിട്ട് ജോലിയിൽ വന്ന ആളുകളാണ് KSRTCയിലെ ജീവനക്കാർ. അവരുടെ പണിയെടുക്കുന്നത് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ കാണിക്കട്ടെ. ഒരു ബസ് തിരുവനന്തപുരത്തോട്ട് നിന്നും കാസർഗോഡ് നിന്നും തിരുവനന്തപുരം പോകുമ്പോൾ അതിന്റെ ഡ്രൈവറും കണ്ടക്ടറും വാഹനം ഓടിക്കാതെ പണിയെടുക്കാതിരിക്കുന്നുണ്ടോ? അതിലെ നിശ്ചിത സമയത്തിൽ അതിന്റെ കേടുപാടുകൾ തീർക്കുന്ന മെക്കാനിക്കുകൾ പണിയെടുക്കാതിരിക്കുന്നുണ്ടോ? ഇവിടെ ഈ KSRTCയിലെ നയങ്ങൾ നടപ്പാക്കുന്ന മാറി വരിച്ച ഗവൺമെന്റാ. അവരുടെ പോളിസീസ്, ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പോളിസീസാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഇതെല്ലാം തൊഴിലാളികളുടെ ദേഹത്ത് കെട്ടിവെച്ചുകൊണ്ട് ഈ ശമ്പളത്തിന്റെ കാര്യം പറയുമ്പോൾ KSRTC നഷ്ടമാണ്, KSRTCയിലെ ജീവനക്കാർ ഈ ലോകത്ത് എവിടെയും ഇല്ലാത്ത പഴയ തീരുമാനം. ഇതൊരു ജനാധിപത്യ സർക്കാർ. ഒരു നിമിഷം തൊട്ട് ഇപ്പോൾ ആയൂർ ബിജു ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യം, ഇപ്പൊ ഷാജിയാണ്, KK ഷാജി ആണെങ്കിലും രാജേഷ് ആണെങ്കിലും പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മറുപടി അദ്ദേഹത്തിന് പറയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ശ്രീ ആയൂർ ബിജു, അങ്ങിപ്പോൾ കേട്ടിരിക്കുമല്ലോ, ശക്തമായ രീതിയിലുള്ള വിമർശനമാണ് സർക്കാരിനെതിരെ, ഒപ്പം തന്നെ ഈ ഒരു നടപടിക്കെതിരെ
ഉയർന്നു വന്നിരിക്കുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്ന പല പല കാരണങ്ങളുണ്ട്. ഇന്റേണൽ ഓഡിറ്റ് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാ കുറ്റത്തിന്റെയും അല്ലെങ്കിൽ എല്ലാ പാപഭാരവും തൊഴിലാളികളുടെ മേൽ കെട്ടിവെക്കാൻ കഴിയില്ല. ജോലി ചെയ്താൽ ശമ്പളം ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ വാങ്ങാൻ കഴിയുന്നത് അത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക തുടങ്ങിയ ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. അങ്ങയുടെ പ്രതികരണം? രാജേഷ്, അങ്ങേക്ക് തുടരാം. അപ്പോ ഇവിടെ ജീവനക്കാർ പണിയെടുക്കാതെയോ KSRTC ലാഭത്തില് 6000-ഓളം ബസ്സുകൾ ഓടുമ്പോൾ കിട്ടിയ വരുമാനമായിരുന്നു നമുക്ക് ദിനം പ്രതി 6.5 കോടി 7 കോടി രൂപ വരുമാനം. ഇന്ന് അത് 3000 ചില്ലറ ബസ്സുകൾ ഓടിച്ചുകൊണ്ട് KSRTC ജീവനക്കാർ ആ വരുമാനം കൊണ്ടുവരുന്നുണ്ട്. ശരാശരി 7 കോടി രൂപ വരുമാനം ഇന്ന് KSRTCക്ക് വരുന്നുണ്ട്, ടിക്കറ്റ് വരുമാനം മാത്രമായിട്ട്. ടിക്കറ്റേതര വരുമാനം അല്ലാതെയും വരുന്നുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിൽ ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് BJP സർക്കാരിനെയും മറ്റുമൊക്കെ നിരന്തരം എതിർക്കുന്ന ഒരു ഗവൺമെന്റ്, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുണ്ട് ഇതിൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങള് ഈ വിഷയം പഠിക്കാൻ വേണ്ടി ഞങ്ങളെ കർണാടകയിലോട്ട് കൊണ്ടുപോയി. 10 രൂപയോളം മാറ്റമാണ് ഡീസലില്. ഇത്ര 14 ഇനം പാസുകൾ കൊടുക്കുന്നു. MLAക്കായാലും മന്ത്രിക്കായാലും സ്കൂൾ കുട്ടികൾക്കായാലും ഒക്കെ സേവനം. രാത്രികാല സർവീസുകൾ നടത്തുന്നു. മലയോര തീരദേശ മേഖലകളിലോട്ട് സർവീസുകൾ നടത്തുന്നു. അതിനെല്ലാം ജയിച്ചു വരുന്ന MLA പറയാ എന്റെ വീട്ടിന്റെ മുന്നിലൂടെ ഒരു സർവീസ് വേണം. പിറ്റേ ദിവസം അത് മറ്റു ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്താലും വേണ്ടില്ല, അതിലൂടെ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഗവൺമെന്റിന്റെ നയമാണ് ഈ KSRTCയിൽ ഇതുവരെ നടത്തുന്നത്. ഒരു KSRTC ജീവനക്കാരനും ഇതിലൂടെ വാഹനം നടത്തണം. ഒരു ട്രേഡ് യൂണിയനും പറയാൻ കഴിയില്ല ഇന്ന റൂട്ടിൽ നമുക്ക് സർവീസ് നടത്തണം, ടിക്കറ്റിന് ഇത്ര രൂപ വേണം, ഇന്ന വാഹനം പർച്ചേസ് ചെയ്യണം. ഇതെല്ലാം ഗവൺമെന്റ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് പറയുന്നതിനനുസരിച്ച് ഇന്ന് നമുക്ക് കാണാൻ കഴിയും ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് 7 വർഷം കൊണ്ട് KSRTC ജീവനക്കാരില് 1000-ലധികം ആളുകള് പെൻഷൻകാരും ജീവനക്കാരുമായി മരണമടഞ്ഞു. ഒരു വിശ്രമ സ്ഥലമില്ല, അവന് തൊഴിൽ സാഹചര്യമില്ല, അവന് കിട്ടേണ്ട ഒരു ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുന്നില്ല. ആകെ കിട്ടുന്നത് ശമ്പളം മാത്രമാണ്. ആ ശമ്പളം കൃത്യസമയത്ത് 30 ദിവസം പണിയെടുത്ത തൊഴിലാളിക്ക് വാങ്ങാൻ സാധിക്കുന്നില്ലേ? അത് കൊടുക്കേണ്ടത് ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ബാധ്യതയിൽ. എല്ലാ പോളിസീസും നടപ്പാക്കുമ്പോൾ അവന് കൊടുക്കേണ്ട ശമ്പളം കൊടുക്കേണ്ടത് ഗവൺമെന്റാണ്. അത് ഗവൺമെന്റിന്റെ ബാധ്യതയിൽ നിന്നാണ്. ഗവൺമെന്റ് അതിൽ നിന്നും ഒളിച്ചോടിക്കൊണ്ട് ഗഡുക്കളായി ശമ്പളം കൊടുക്കാം, തവണകളായി ശമ്പളം കൊടുക്കാം, ബാങ്കിലൂടെ ശമ്പളം കൊടുക്കാം എന്നൊക്കെ പറയുന്നത് തീർത്തും ഒരു ജനാധിപത്യ സർക്കാരിന് ചേർന്നതല്ല. KST എംപ്ലോയീസ് സംഘ് BMS ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലാണ്. ഒരിക്കലും ഇത് അംഗീകരിക്കില്ല. കോടതിയിൽ പോയിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോടതി കൂപ്പൺ കൊടുക്കാൻ പറഞ്ഞപ്പോൾ കൂപ്പൺ വേണ്ടവർ എഴുതാൻ തരാൻ പറഞ്ഞ സർക്കാരാണ്. അതുപോലെ തന്നെ അത് തള്ളിക്കളഞ്ഞ ഒരു സംഘടനയാണ് BMS. തൊഴിൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ 30 ദിവസം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശമ്പളം കൃത്യമായി വാങ്ങി തൊഴിലാളികൾക്ക് കൊടുക്കാൻ BMS ബാധ്യസ്ഥനാണ്. അത് ഏതറ്റം വരെ പോയാലും വേണ്ടില്ല, സമരവരകളായാലും വേണ്ടില്ല. ഇത്രയൊക്കെ ആയിട്ടും ഞങ്ങളൊരു പണിമുടക്കിലോട്ടോ സമരത്തിലോട്ടോ പോവാത്തത്. ഇവിടെ ലക്ഷക്കണക്കിന് 20 ലക്ഷത്തോളം യാത്രക്കാർ ഇന്ന് KSRTCയെ ദിനം പ്രതി ആശ്രയിക്കുന്നു. അത് സാധാരണക്കാരായി തുണിക്കടകളിൽ പോകുന്നതും മറ്റുമായ സാധാരണക്കാരായ ആളുകളാണ് ഏറ്റവും കൂടുതൽ KSRTCയെ ആശ്രയിക്കുന്നത്. അവർക്ക് നമ്മുടെ സമൂഹത്തോടുള്ള ജീവനക്കാരന്റെ കടപ്പാടും ആ ബാധ്യതയും നിറവേറ്റുക എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ പണിമുടക്ക് മറ്റുള്ള രാജേഷ്. പക്ഷേ അങ്ങ് പറയുന്നത് കൃത്യമായ കാര്യമാണ്. കാരണം തൊഴിലെടുത്താൽ ശമ്പളം കൃത്യമായി തന്നെ കൊടുക്കണം. അതാരെ ഔദാര്യമൊന്നുമല്ല, അത് അവകാശം തന്നെയാണ്. പക്ഷേ ചില വിമർശനങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഒരു കവിയും സ്ഥിരമായിട്ട് വണ്ടിയിൽ യാത്ര ചെയ്യുന്നതുമായിട്ടുള്ള ഒരു CS രാജേഷ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ നമുക്ക് അയച്ച മെസ്സേജാണ്. അദ്ദേഹം പറയുന്നത് ഈ ഗതാഗത മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് ബോധ്യമാവുന്ന ഒരു കാര്യം, വിചിത്രമായിട്ടുള്ള ഒരു ശമ്പള വ്യവസ്ഥ KSRTCയിൽ രൂപപ്പെടുന്നുണ്ട്. എന്നാൽ സർക്കാർ ഫണ്ട് കൂടി കിട്ടിയാൽ മാത്രമേ ഫുൾ ശമ്പളം എല്ലാവർക്കും കൊടുക്കാൻ കഴിയുള്ളൂ. അത് ഒരു മാസത്തിന്റെ ഒരുപക്ഷെ ഒടുവിലായിട്ടായിരിക്കും. അത് അത് പോരാന്നുള്ളവർക്ക് അത്യാവശ്യക്കാർക്ക് മാസത്തിന്റെ ആദ്യം പകുതി ശമ്പളം കൊടുക്കും, മാസം അവസാനമാകുമ്പോൾ അതിന്റെ ബാക്കി. ഈ ഒരു സ്ട്രാറ്റജിയാണ് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത് KSRTCയുടെ തന്നെ ഒരു വരുമാന കുറവിന്റെ ഒരു ലക്ഷണമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ KSRTC നഷ്ടത്തിലാകുന്നതിന് പലവിധമായിട്ടുള്ള കാരണങ്ങളുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ചില റൂട്ടുകളിലെങ്കിലുമുള്ള സ്വകാര്യ ബസ്സുകളുമായി നടത്തുന്ന ചില
ഒത്തുകളികൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലേക്കും പോകുന്ന ബസ്സുകളുടെ ഏതാണ്ട് ഹർത്താൽ ദിനങ്ങളിൽ നമ്മൾ എസ്കോർട്ട് ഒരുപക്ഷെ പോകുമ്പോൾ പോലീസ് വാഹനത്തിന് പുറകെ പോകുന്നത് പോലെയാണ് ചിലപ്പോൾ പ്രൈവറ്റ് ബസ്സിന് പുറകെ KSRTC ബസ് കാലിയായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പലപ്പോഴും നമ്മൾ പലരും കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലാണ് ശ്രീ ആയൂബ് ബിജു അത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത്. തൊഴിലാളികളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലുള്ള കുറെ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് തീർച്ചയായിട്ടും അത്തരത്തിലൊരു കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും സ്ഥാപനത്തിനെ അനുകൂലിക്കുന്ന സംഘടന എന്ന രീതിയിൽ നമ്മളുടെ സംഘടനയിൽ പെട്ട ഒരു വ്യക്തിയോ KSRTCയിലെ ഒരു തൊഴിലാളിയോ ഉണ്ടല്ല അത് തിരുത്താനും ശക്തമായ നടപടിയെടുക്കാനും സംഘടന ആവശ്യപ്പെടും. മാത്രമല്ല ഒരു ഷെഡ്യൂളിന് ഓരോ ടൈം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ടൈമിന് തൊട്ട് മുൻപെയായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇതേ ഗവൺമെന്റാണ്. എങ്ങനെയാണ് ഒരു സ്വകാര്യ ബസ്സിനോട് കെട്ടപിടിച്ചു പോകാൻ കഴിയുന്നത്? എങ്ങനെയാണ് അവരിൽ നിന്ന് സാമ്പത്തികം വാങ്ങിയിട്ട് നമുക്ക് അവരെ സഹായിച്ചു കൊണ്ടുപോകുന്നത്? ഇതൊക്കെ ചിലപ്പോ ഒരുപക്ഷെ ഒരു കാഴ്ചക്കാരന്റെ മാനസികാവസ്ഥയിൽ അദ്ദേഹത്തിന് വന്ന തെറ്റിദ്ധാരണയായിരിക്കും. എന്റെ ഒരു വിശ്വാസത്തിൽ ഇന്ന് KSRTCയിലെ തൊഴിലാളികൾ ഹിന്ദിക്കാരെ ഹിന്ദിയിൽ നോട്ടീസ് അടിച്ചിട്ട് ഇവിടെ വരുന്ന അതിഥി തൊഴിലാളികളെ KSRTCയിലോട്ട് കയറ്റുന്ന ജീവനക്കാരുണ്ട്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പണ്ട് കണ്ടക്ടറെ പുറത്തിറങ്ങിക്കൊണ്ട് അവിടെയുള്ള യാത്രക്കാരെ വിളിച്ചു കയറ്റുന്ന സംവിധാനമാണ്. അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് യാത്രക്കാരുമായിട്ട് ഇന്ന് ജീവനക്കാർ പോകുന്നത്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ്സുകളിൽ നിന്ന് അക്രമം നേരിട്ട ഒരു വിഭാഗം KSRTC ജീവനക്കാരനായിരിക്കും. ഈ പറയുന്ന ഗവൺമെന്റ് പോലും നമ്മൾക്ക് അതിനു വേണ്ട സപ്പോർട്ട് തന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഒരു മാസത്തിൽ ചുരുങ്ങിയത് ആയിരക്കണക്കിന് കേസുകൾ വരുന്നത് സ്വകാര്യ ബസ്സിലെ ജീവനക്കാരുമായി നമ്മളുടെ ജീവനക്കാര് ഷെഡ്യൂൾ സർവീസ് നടത്തുമ്പോൾ ഉണ്ടാവുന്ന വിഷയമായിരിക്കും. യാത്രക്കാരന്റെ പരാതി കൊടുത്ത അനേകം കേസുകളുണ്ട്. നമ്മുടെ റൂട്ടുകളിൽ ഓടുമ്പോൾ സ്വകാര്യ മേഖലയുടെ ഇടയിലൂടെ ഓടുമ്പോൾ അവരും വ്യവസായത്തിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ പോലും നമ്മളുടെ സമയം എടുത്തുകൊണ്ട് കൂടുതലായി അവർ ഉപയോഗിക്കുമ്പോൾ അവിടെ വരുന്ന തർക്കങ്ങൾ ഒരിക്കലും KSRTCയിലെ ഇന്നത്തെ ജീവനക്കാര് സ്വകാര്യ ലോബിയെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ VMS-നോ എനിക്കോ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. അത്തരത്തിലൊരു നടപടി ഇതുവരെ KSRTCയിൽ കുറച്ചു കാലങ്ങളിലായി കണ്ടിട്ടുമില്ല. മാത്രമല്ല യുവാക്കൾ കൂടുതലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ആ യുവാക്കളൊക്കെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മളുടെയൊക്കെ സീനിയറായ ആളുകളൊക്കെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജോലി ചെയ്യുന്നതാണ്. അപ്പൊ അത്തരം ഒരു വിമർശനം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്കത് പൊതുജനമധ്യത്തിൽ കൊണ്ടുവരണം. തെറ്റാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതിനെയാണ് സംഘടനയുടെ നിലപാട്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നിരവധിയായിട്ടുള്ള പദ്ധതികൾ KSRTC അതിൻ്റെ വരുമാന വർധനവിന് വേണ്ടി നടത്തുന്നുണ്ട്. ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ചില പാക്കേജുകൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അതൊക്കെ വലിയ വിജയമാണെന്ന തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ കണക്കുകൾ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ KSRTC മികച്ച രീതിയിൽ മുന്നേറുന്നു എന്ന തരത്തിൽ തന്നെ നമ്മൾ വാർത്തകൾ നടത്തും. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും ഏറ്റവും അവസാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ശമ്പളം പോലും കൊടുക്കാൻ കഴിയൂ എന്നുള്ളൊരു നില വന്നു കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിലാണ് നമ്മൾ കണക്കാക്കേണ്ടത്? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. സർക്കാരിന് ഇതിലൊരു അജണ്ടയുണ്ട്. ഈ സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന് ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചിരിക്കുക. 210 കോടി രൂപ വരുമാനമുള്ള ഒരു സ്ഥാപനത്തില് ഏകദേശം 90 കോടിയോളം 82 കോടിയോളം രൂപ ശമ്പളം കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് അംഗീകരിക്കാൻ കഴിയുക? അത്ര തന്നെ ഡീസലിനും വേണം 8 കോടിയോളം രൂപ നമുക്ക് സ്പെയർ പാർട്സും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് വേണം. 200 കോടിയിൽ താഴെ മാത്രമേ ഇതിന് പ്രവർത്തന ചെലവ് എന്നുള്ള സംവിധാനത്തിലുള്ളൂ. ഡീസലും സ്പെയർ പാർട്സും ജീവനക്കാരനും അല്ലേ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്. ബ്യൂറോ ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് ഗവൺമെന്റിന്റെ മുന്നിൽ റിപ്പോർട്ട് വെച്ചല്ലോ. 46% അധിക വരുമാനം KSRTC കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. KSTB 13% അധിക വരുമാനം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ വരുമാനം ഇല്ലാഞ്ഞിട്ടല്ല ഈ വിഷയം. ഈ കണക്കുകൾ മറ്റു രീതിയിൽ വളച്ചൊടിക്കുന്നു. പൊതുജനങ്ങളുടെ മുന്നിൽ KSRTC നഷ്ടമാണെന്ന് കാണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ലക്ഷ്യം. അതിലൂടെ ജീവനക്കാരന്റെ അവകാശങ്ങൾ തല്ലിക്കെടുത്ത ഇത് ഗവൺമെന്റ് വെച്ചതാണല്ലോ. ബ്യൂറോ ഓഫ് പബ്ലിക് എന്റർപ്രൈസസിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിന് മേശപ്പുറത്തുണ്ട്. 46% വരുമാന വർധനവാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 13% മാത്രമേ KSTB ഉള്ളൂ. അപ്പോ ഇത് ലാഭം മാത്രം നോക്കി ഓടുകയാണെങ്കിൽ നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റു കുറെ സർവീസുകൾ പാസുകളൊക്കെ നമുക്കില്ലായ്മ. പക്ഷെ അത് ചെയ്യാൻ പാടില്ല. നമ്മളുടെ അഭിപ്രായത്തിൽ എത്ര കണ്ട് പൊതുജനത്തിന് യാത്രാ സൗകര്യം ചെയ്യാൻ കഴിയും അത്ര കണ്ട് ചെയ്യണം. അത് ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റ്. തീർച്ചയായും ലാഭം എന്നത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഉള്ളൊരു നടപടി അല്ലെങ്കിൽ പരിപാടിയല്ല KSRTC. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സേവനം തന്നെയാണ്.
ശ്രീ കെ ഷാജി, ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ അഭാവത്തെക്കുറിച്ച് അങ്ങ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിന് തടസ്സം നിൽക്കുന്ന കാര്യം എന്താണ്? അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള വരുമാനങ്ങൾ KSRTC ജീവനക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് താങ്കൾ അവകാശപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവകാശപ്പെടുമ്പോൾ പോലും അത് കൃത്യമായ രീതിയിൽ ഇതിന്റെ നടത്തിപ്പിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ തൊഴിലാളികളുടെ മേൽ കുറ്റം ചാരുന്നവർ ഒരു കാര്യം പറയേണ്ടത്, കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏതൊരു ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് സ്ഥാപനത്തിലും DA 1% പോലും DA കിട്ടാത്ത ജീവനക്കാരാണ് KSRTC ജീവനക്കാർ. KSRTC ജീവനക്കാർക്ക് യൂണിഫോം അലവൻസ് വിതരണം ചെയ്തിട്ട് 7 വർഷമായി. KSRTC ജീവനക്കാർക്ക് ഷൂ അലവൻസുകൾ വിതരണം ചെയ്തിട്ട് 7 വർഷമായി. KSRTC ജീവനക്കാർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് റിക്കവറി നടത്തുന്ന തുക അടക്കുന്നില്ല. LIC അടയ്ക്കുന്നില്ല. മെക്കാനിക്കുകൾക്ക് ഡ്യൂട്ടി പരിഷ്കരണം കൊണ്ടുവന്ന് ഇത്തരം ഒരു സാഹചര്യത്തിലും കാര്യക്ഷമമായ വർക്ക്ഷോപ്പുകൾ ഇല്ലാത്തപ്പോഴും മെക്കാനിക്കുകളുടെ ഡ്യൂട്ടി പരിഷ്കരണം ഇരട്ടിയായി ഈ ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുന്നു. ഈ സിഫ്റ്റ് കമ്പനി, ഈ ഗവൺമെന്റ് KSRTCയെ സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ മുന്നോടിയായി സിഫ്റ്റ് കമ്പനി രൂപീകരിക്കുന്നു. KSRTCയുടെ സൂപ്പർ ക്ലാസ് സർവീസുകളാണല്ലോ KSRTCയുടെ ഏറ്റവും വലിയ വരുമാനം. ആ സൂപ്പർ ക്ലാസ് സർവീസുകൾ സ്വിഫ്റ്റ് കമ്പനിയിലേക്ക് മാറ്റിക്കൊണ്ട് KSRTCയിൽ ഫാസ്റ്റ് പാസഞ്ചർ മുതലുള്ള താഴത്തേക്കുള്ള ഓർഡിനറി ബസ്സുകൾ മാത്രം ഓടിച്ചുകൊണ്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കി ഇത് ലാഭത്തിലേക്ക് ആക്കാൻ കഴിയുമെന്നാണ് ഇവിടുത്തെ ഗവൺമെന്റും ഈ മാനേജ്മെന്റും വിചാരിക്കുന്നത്. മന്ത്രി എവിടെ പ്രസംഗിച്ചാലും നിങ്ങളൊക്കെ കേട്ട് കാണും, വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധയിൽ വരുന്നുണ്ടാകും, KSRTC ഒരിക്കലും ലാഭവും നഷ്ടവും നോക്കി പ്രവർത്തിക്കേണ്ട കാര്യമല്ല. KSRTCയെ പറ്റി ഞങ്ങൾ അടക്കമുള്ള ജീവനക്കാർ KSRTCയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത കേസിന് ആസ്പദമായുണ്ടായ ഒരു വിധി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിവില്ലെങ്കിൽ KSRTC അടച്ചുപൂട്ടണമെന്ന വാക്കാൽ കോർപ്പറേഷൻ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത്ര കഴിവുകെട്ട ഒരു മാനേജ്മെന്റ് ആണ് എന്നുള്ള ഒരു പരാമർശം വന്നു. അപ്പോൾ ഞങ്ങളെ പോലെയുള്ള തൊഴിലാളി പ്രവർത്തകർ മനസ്സിലാക്കുന്നത് ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന ഓരോ പരിഷ്കരണ നടപടികളും ഒന്നൊന്നായി പരാജയപ്പെടുകയാണ്. ആ പരാജയത്തിന്റെ പാപഭാരം ഏറ്റെടുക്കുവാൻ ഇവിടെ മാനേജ്മെന്റോ ഇവിടുത്തെ സർക്കാരോ തയ്യാറാകാതെ ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ അല്ലെങ്കിൽ നിയമപരമല്ലാത്ത ഒരു നിയമവിരുദ്ധമായ ഉത്തരവ് കൊണ്ടുവന്ന് ഈ 7 വർഷമായി സഹനമായി സഹിച്ചു ജീവിക്കുന്ന KSRTC ജീവനക്കാരെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ കോടതി പറഞ്ഞിരിക്കുന്ന ആ ഒരു വിധി ലംഘിച്ചുകൊണ്ട് സമരത്തിലേക്ക് പോകുമ്പോൾ ഇതിന്റെ എല്ലാവിധ ഈ തകർച്ചയുടെയും ഉത്തരവാദിത്വം ജീവനക്കാരുടെ മേൽ വെച്ചുകെട്ടുവാനാണ് ഈ ഗവൺമെന്റും ഈ മാനേജ്മെന്റും ശ്രമിക്കുന്നത് എന്നാണ്. KSRTCയുടെ ഉന്നത മാനേജ്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ നിയമനവുമായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിൽ കൂടുതൽ ഒരു ഉന്നത പദവിയിലുള്ള ഉദ്യോഗസ്ഥരും ഇരിക്കുന്നില്ല. ഇന്നലെയും മുൻനിര ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ട് മാനേജ്മെന്റ് ഉത്തരവിറക്കിക്കുകയാണ്. ഒരു ഉദ്യോഗസ്ഥൻ, ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു സീറ്റിൽ ഇരുന്നാൽ അദ്ദേഹത്തിന് ഒരു അധികാരം കൊടുത്തുകൊണ്ട് ഒരു മിനിമം ഒരു 6 മാസമെങ്കിലും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒട്ടേറെ ജീവനക്കാരെ ഡെപ്യൂട്ടേഷനിൽ നിയമിച്ചു. ഞങ്ങൾ തൊഴിലാളികളുടെ കുഴപ്പം കൊണ്ടാണോ ഇവരെ മാറ്റിയത്? ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ ഡെപ്യൂട്ടേഷനിൽ നിയമിച്ചത്? ഇവിടെ KSRTCയിൽ തന്നെ ഇതിനെ ഫലപ്രാപ്തിയിൽ കൊണ്ടുപോകാൻ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടെന്നിരിക്കെ മാനേജ്മെന്റും ഗവൺമെന്റും അവർക്ക് പറ്റിയ ഉദ്യോഗസ്ഥന്മാരുടെ ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവന്ന് അവരുടെ ഒരു ഇടത്താവളമായി ഇത് മാറ്റിക്കൊണ്ട് അവർക്ക് വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അവരെ മാറ്റി അടുത്ത ആളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു ശാശ്വതമായ ഒരു ഭരണ സംവിധാനം ഇല്ലാത്ത രീതിയിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KSRTCയുടെ വരുമാനം എത്രയാണ്, KSRTCയുടെ ചിലവ് എത്രയാണ്? ഇപ്പോൾ KSRTCയുടെ ടിക്കറ്റ് കൊണ്ട് കിട്ടുന്ന മാത്രം വരുമാനമാണ് ഞാൻ പറഞ്ഞത്. ഓരോ മാസവും കിട്ടുന്നത് 170 കോടി മുതൽ 221 കോടി വരെ. പക്ഷേ ടിക്കറ്റ് ഇതര വരുമാനങ്ങളുണ്ടല്ലോ. ഇവിടെ കൊറിയർ സർവീസ് നടത്തുന്നത് അവകാശപ്പെടുന്നു, പിന്നെ പെട്രോൾ പമ്പുകൾ നടത്തുന്നു, ഇവിടെ പിന്നെ മിൽമ ബൂത്തുകൾ നടത്തുന്നു, പച്ചക്കറിക്കട നടത്തുന്നു. അങ്ങനെ നല്ല രീതിയിൽ ഓടാൻ തയ്യാറായിരുന്ന 100 കണക്കിന് ബസ്സുകളാണ് മാനേജ്മെന്റ് ഇത്തരത്തിൽ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന റീജിയണൽ വർക്ക്ഷോപ്പ് ആലുവയിൽ 2ലേറെ ബസ്സുകൾ മിൽമ ബൂത്തിന്റെ പകുതി പണി 3.5 4.5 ലക്ഷവും പണി കഴിപ്പിച്ചുകൊണ്ട് അവിടെ ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ ആലുവ ബൈപ്പാസിൽ ഒരു ബസ് ഫീഡർ സർവീസ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഓടാൻ കഴിയുന്ന ബസ്സുകളാണ്. ഇതൊക്കെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ പോളിസി അല്ലെങ്കിൽ ഇവിടുത്തെ മാനേജ്മെന്റിന്റെ പോളിസി നടപ്പിലാക്കുന്നതിനായി അതിൽ വരുന്ന നഷ്ടം അത് ആരുടെ ചുമതലയാണ്, ആരാണ് അതിൽ വീഴ്ച വരുത്തിയത് എന്ന് കണ്ടുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, ഒരു ബസ്സിൽ, ഒരു തിരക്കുള്ള ബസ്സിൽ ഒരു യാത്രക്കാരന് ടിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ ആ ജീവനക്കാരനെതിരെ ഒരു ഫോൺ കോൾ അത് നടപടിയെടുക്കുവാൻ ഇവിടെ നിയമമുണ്ട്.
ഇപ്പോൾ നേരത്തെ ശ്രീ ബിജു സാർ സൂചിപ്പിച്ചതുപോലെ ഒരു KSRTC ജീവനക്കാരൻ ഒരു ബസ് സ്റ്റോപ്പിൽ നിർത്തിയില്ല എങ്കിൽ, ഒരു യാത്രക്കാരൻ കൈ കാണിച്ചാൽ നിർത്തിയില്ലെങ്കിൽ അതിന് ഒരു ഫോൺ കോളിലൂടെ നടപടിയെടുക്കുന്ന ഒരു സംവിധാനമുള്ള സ്ഥാപനമാണ് KSRTC. അങ്ങനെ ചെറിയ കുറ്റങ്ങൾക്കടക്കം ഞാൻ ഇവിടുത്തെ 100 കണക്കിന് ജീവൻ ആശ്രിത നിയമനം കൊടുത്തിട്ട് വർഷത്തിലേറെയായി, പെൻഷൻ പറ്റിക്കഴിഞ്ഞ 2 വർഷത്തിലേറെയായി പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് ആ പെൻഷൻ പറ്റിയ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ 4 വർഷം കൊണ്ട് കൊടുക്കാമെന്നാണ് ഇവിടെ ഗവൺമെന്റ് മാനേജ്മെന്റ് പറയുന്നത്. ഇന്നലെക്ക് മുമ്പുള്ള ദിവസം കേരള ഹൈക്കോടതി വളരെ കർശനമായി പറഞ്ഞു 4 മാസത്തിനുള്ളിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് KSRTC ചെയ്തത്? റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തു. റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 ലക്ഷം രൂപയെങ്കിലും അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് KSRTC പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് പറയാനുള്ളത്, ഇവിടുത്തെ മാനേജ്മെന്റും ഇവിടുത്തെ സർക്കാരും പറയുന്ന രീതിയിൽ ജോലി ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾ അങ്ങനെ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയുടെ ഭാഗമായി വരുന്ന KSRTC സംബന്ധിക്കുന്ന വരുമാന ഇപ്പോൾ സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കുന്നു. ഇവിടെ ഓരോ ഡിപ്പോകളിലും നടപ്പിലാക്കിയ സിംഗിൾ ഡ്യൂട്ടി പരാജയമാണ്. ഇപ്പോൾ തന്നെ റെക്കോർഡ് കളക്ഷൻ ഉണ്ടെന്ന് മന്ത്രിയും മാനേജ്മെന്റും വ്യക്തമാക്കുമ്പോൾ ഈ സിംഗിൾ ഡ്യൂട്ടി എല്ലാ ഡിപ്പോകളിലേക്കും നടപ്പിലാക്കുമ്പോൾ ഇവിടെ വരുമാന ചോർച്ചയുണ്ടായാൽ അതിന് ഉത്തരവാദി ഞങ്ങളാകുമോ? അപ്പോൾ എന്ത് നല്ല കാര്യങ്ങൾ വന്നാലും അതിന്റെ ക്രെഡിറ്റ് തൊഴിലാളികൾക്ക് തരാതെ, ഇപ്പോൾ നേരെ ബിജു സാർ സൂചിപ്പിച്ചില്ലേ, ഇവിടുത്തെ വിദ്യാർത്ഥികളെ കയറ്റാതെ പോകുന്നു. +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി യാത്ര നൽകുന്ന ഒരു സംവിധാനം ഇവിടുത്തെ ഏത് മേഖലകളിലുണ്ട്? ഇവിടെ രാത്രിയായാലും പകലായാലും ഇതുപോലെ പൊതുഗതാഗത സംവിധാന രംഗത്ത് ഇതുപോലെ ഒരു സംവിധാനം എവിടെയാണുള്ളത്? ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, പൊതുജനങ്ങൾക്ക് 25 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ സാധാരണക്കാരായവർ, KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് ആരാണ്? സാധാരണക്കാരായ ജനങ്ങളല്ലേ? കൂലിപ്പണിയെടുക്കുന്നവർ, കർഷക തൊഴിലാളികൾ, മണ്ണിൽ പണിയെടുക്കുന്നവർ, കെട്ടിടം പണിക്ക് പോകുന്നവർ, അവർക്ക് വേണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ആ ഒരു യാത്രാ സൗകര്യം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ലേ? മുൻകാലങ്ങളിലുള്ള ഗവൺമെന്റുകൾ ചെയ്തതും ഇത് തന്നെയല്ലേ? ഇവിടെ ഈ പിണറായിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുകയും DA കുടിശ്ശിക ഗവൺമെന്റ് ആയിരുന്നു. 4000 താൽക്കാലികരെ സ്ഥിരപ്പെടുത്തിയ ഒരു ഗവൺമെന്റ്, 2600 പുതിയ ബസ്സുകൾ ഇറക്കിയ ഒരു ഗവൺമെന്റ് ആയിരുന്നു. ഈ ഗവൺമെന്റ് ചെയ്ത ഏറ്റവും വലിയ പാതകം എന്ന് പറയുന്നത് ഒറ്റ പുതിയ ബസ്സുകൾ പോലും KSRTCക്ക് വേണ്ടി വാങ്ങിയിട്ടില്ല. ഇനി പുതിയ ബസ്സുകൾ കേന്ദ്ര ഗവൺമെന്റ് തരുമെന്ന് പറയുമ്പോൾ അത് സ്വിഫ്റ്റ് കമ്പനിയുടെ പേരിലാണ് നൽകുന്നത്. അപ്പോൾ എങ്ങനെയാണ് KSRTC ലാഭത്തിലേക്ക് പോകാൻ കഴിയുന്നത്? KSRTCയെ സംബന്ധിച്ചിടത്തോളം KSRTCയുടെ വരുമാനം എന്ന് പറയുന്നത് ബസ്സുകളിൽ നിന്നുള്ള വരുമാനമാണ് ഏറ്റവും വലിയ വരുമാനം. ആ ബസ്സുകൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടിക്കാനുള്ള ബസ്സുകളുണ്ടോ? 6000 ബസ്സുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് ആ ബസ്സുകൾ പകുതിയിൽ മാത്രം ഓടിക്കൊണ്ടാണ് ഈ 7 കോടി 8 കോടി രൂപയുടെ കളക്ഷൻ, ശരാശരി വരുമാനം കേരളത്തിലെ KSRTC ജീവനക്കാരുണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് KSRTCയുടെ ജീവനക്കാരാണ് ഈ സ്ഥാപനത്തിന്റെ കുഴപ്പം എന്ന് പറയുന്ന അവരോട് എനിക്ക് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കാനുള്ളത്, അവർ കുരുടൻ ആയെ കാണുന്നത് പോലെയാണ് ഈ സംഭവത്തെ കാണുന്നത് എന്നാണ്. വസ്തുതകളായി കണ്ടുകൊണ്ട് കേരളത്തിലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ കേരളത്തിലുള്ള ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഈ KSRTCയോട് കാണിക്കുന്ന ചിറ്റമ്മ നയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. ഇവിടെ മന്ത്രി പറയുന്നത് MD എടുക്കുന്ന തീരുമാനങ്ങൾ MDക്ക് അതിനുള്ള അധികാരമുണ്ടെന്ന് പറയുന്നു. മന്ത്രി അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. MD പറയുന്നു ഗവൺമെന്റിന്റെ നടപ്പിലാക്കുന്നതാണ് മാനേജ്മെന്റ് പറയുന്നത്. അപ്പോഴത്തോളം ഞങ്ങൾ ആര് പറയുന്നു? KK ഷാജി അങ്ങ് തുടരുക. ഇപ്പോൾ രാജേഷിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ശ്രീ KK രാജേഷ്, ഈ ഇന്നത്തെ മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നും അദ്ദേഹം അക്കമിട്ട് നിരത്തിയ കുറച്ച് കണക്കുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം സർക്കാരിൽ നിന്ന് ലഭിച്ചത് ഏതാണ്ട് 1000 കോടി പരം രൂപയാണ്. അതിന് മുമ്പത്തെ വർഷം 2300 പരം കോടി രൂപ KSRTCക്ക് നൽകുന്നു. ഇത്തവണ അത് 750 കോടിയോളം രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വരുമാനം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വരുമാനം കൂടുന്നതനുസരിച്ച് സർക്കാരിൽ നിന്നുള്ള ധനസഹായത്തിന് കുറവ് വരും. അപ്പോൾ ഓരോ തവണയും കഴിഞ്ഞ 2 വർഷങ്ങൾ ആയിട്ട് നില മെച്ചപ്പെടുത്തുന്ന ഒരു രീതിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അത് ശമ്പളത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നില്ല. തീർച്ചയായിട്ടും KSRTCയിൽ 750 കോടി രൂപ അല്ലെങ്കിൽ 1000 കോടി രൂപ, 2000 കോടി രൂപ, 3000 കോടി രൂപ KSRTCക്ക് കൊടുത്തു എന്ന് പറയുന്നു. ഈ ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷം
ആകെ 100 ബസ്സുകളോളമാണ് KSRTCക്ക് വേണ്ടി ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്നത്, KSRTCയുടെ ആസ്തി വർദ്ധിപ്പിക്കാനായിട്ട്. ആകെ 100 ബസ്സുകൾ. ബാക്കി പൈസ എവിടെ പോയി? സിറ്റ് എന്ന് പറയുന്നു അവർ സെപ്പറേറ്റ് ഒരു കമ്പനിയാണ്, ഒരു സ്വകാര്യ കമ്പനിമാരെ നിശ്ചയിച്ചിരിച്ച് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ പൈസ, ഇത്രയും പൈസ ഇവിടെ എന്തിനു വേണ്ടി കൊടുത്തു? എന്തിനാണ് അത് ഉപയോഗിച്ചത്? ഇനി പെൻഷൻ ഫണ്ടിലോട്ട് പെൻഷൻ കടജടഭാരം ഏറ്റെടുക്കും, KSRTCയുടെ പെൻഷൻ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നതാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് വരുമ്പോൾ ഉണ്ടായിരുന്ന കടത്തിന്റെ ഇരട്ടി കടമാക്കി കൺസോർഷ്യം എന്ന പേരിൽ ഒന്ന് രൂപീകരിച്ചുകൊണ്ട് കടം ഇരട്ടിയാക്കി. വീണ്ടും പറയുന്നു, മന്ത്രി പറയുന്നു, ഗവൺമെന്റ് പറയുന്നു കോടിക്കണക്കിന് രൂപ KSRTCക്ക് കൊടുക്കുന്നു എന്ന്. 50 കോടി രൂപ വെച്ച് നമുക്ക് ശമ്പളത്തിന് ഈ അടുത്ത കാലം വരെ തരുന്നതായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മാസവും നമുക്ക് 30 കോടി രൂപയോളം തന്നു. ആ 50 കോടി രൂപ തരാതെ തന്നെ, ആ ഗവൺമെന്റിന്റെ സഹായം ഇല്ലാതെ തന്നെ ഇവിടെ ശമ്പളം കൊടുക്കാനുള്ള ഫണ്ട് KSRTCക്ക് ക്യാഷ് ആയിട്ട് കയ്യിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത്രയധികം കോടികൾ കൊടുത്ത് എന്ന് ഗവൺമെന്റ് തന്നെ വ്യക്തമാക്കണം. അല്ലെങ്കിൽ ആസ്തി വർദ്ധിപ്പിക്കാൻ KSRTC, നമ്മുടെ മുന്നേ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞല്ലോ, KSRTCയുടെ സിംഹഭാഗം വരുമാനവും 90% വരുമാനവും വരുന്നത് ടിക്കറ്റ് വരുമാനമാണ്. ഇവർ കൂടുതലും കാണിക്കുന്നത് ടിക്കറ്റേതര വരുമാനത്തിനാണ്. KSRTCയുടെ പേരിൽ ബസ്സുകൾ ഓടണം. ഇവിടെ സിറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി കൊണ്ടുവന്നു KSRTCയുടെ സൂപ്പർ ക്ലാസ് സർവീസുകളൊക്കെ സിറ്റ് തട്ടിയെടുത്തുകൊണ്ട് ആ വാഹനം ഓടുക, ദീർഘദൂര സർവീസുകളും ഇന്റർസ്റ്റേറ്റുകളും. എന്നിട്ടും KSRTC ഈ ഇത്ര വരുമാനത്തിൽ എത്തിയെങ്കിൽ ഇതിലെ ജീവനക്കാർ എത്ര കണ്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, യാത്രക്കാർ എത്ര കണ്ട് KSRTCയെ സ്നേഹിക്കുന്നുണ്ട്, അതുകൂടി നമ്മൾ പറയണം. കാരണം 20 ലക്ഷത്തോളം യാത്രക്കാർ ചെയ്യുമ്പോൾ അവർക്ക് ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ KSRTCയെ സ്നേഹിക്കുന്നു, അതിലെ യാത്രയുടെ സുരക്ഷിതത്വം അവർ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ KSRTCയിൽ യാത്ര ചെയ്തു. ഇത്രയേറെ പൊതുജനം ഉപയോഗിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം കേരളത്തിൽ വേറെയുണ്ട്. ഈ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തുകൊണ്ട് ഡിപ്പാർട്ട്മെന്റായി സർക്കാർ വകുപ്പാക്കിക്കൊണ്ട് നിലനിർത്തേണ്ട സ്ഥാപനമല്ലേ KSRTC? സാധാരണക്കാരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. മന്ത്രി പറയുന്നുണ്ട് 4000 തന്നു, 5000 കോടി തന്നു KSRTC, അതാണ്, എന്നിട്ട് KSRTC രക്ഷപ്പെടുന്നത്. KSRTC അല്ല അവർ രക്ഷപ്പെടാതിരുന്നത്. KSRTCയെ സംബന്ധിച്ചിടത്തോളം KSRTC എന്ന സ്ഥാപനത്തിന്റെ ഇതിന്റെ ആസ്തി എന്ന് പറഞ്ഞത് അടക്കാൻ കഴിയില്ല. അത്ര വലിയ ആസ്തിയുള്ള സ്ഥാപനമാണ് KSRTC. പൊതുജന സഹായത്താൽ ഇന്നും നല്ല വരുമാനം ഉള്ള ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പൊ ഇതിന് നല്ല ഇച്ഛാശക്തിയോടുകൂടി കൂടുതൽ ബസ്സുകൾ KSRTCക്ക് അനുവദിക്കണം. അല്ലാതെ സിറ്റ് എന്ന കമ്പനിക്കല്ല അനുവദിക്കണം. KSRTCയിൽ ബസ്സുകൾ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ യുവാക്കൾക്കും യുവതികൾക്കും തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കണം. 10,000 യുവാക്കൾക്കും യുവതികൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് ഇവിടെ. അപ്പോ ഗവൺമെന്റ് ഇച്ഛാശക്തി കൊണ്ട് ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താ? കൂടുതൽ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് കൂടുതൽ ബസ്സുകൾ ഇറക്കിക്കൊണ്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൂടുതൽ ആളുകൾക്ക് ഒരു സർക്കാർ സംവിധാനത്തിൽ ജോലി നൽകുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് KSRTC. അതിനുള്ള സാഹചര്യം ഇപ്പോഴും ഇവിടെയുണ്ട്. നേരത്തെ അങ്ങ് തന്നെ പറഞ്ഞു, എത്ര മേഖലകളിലോട്ടാണ് നമുക്ക് ഇപ്പോഴും സർവീസുകളില്ലാത്ത, സർവീസുകൾ നടത്താൻ KSRTCയുടെ റൂട്ടുകളുള്ള, ഷെഡ്യൂളുകളുള്ള എത്ര റൂട്ടുകളാണ് ഇന്ന് ഒഴിഞ്ഞു കിടക്കുന്നത്? നമുക്ക് കേരളത്തിലെ എവിടെ പോയാലും നമുക്ക് കാണാൻ കഴിയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് KSEBയുടെ ഇലക്ട്രിക്കൽ പോസ്റ്റും KSRTC ബസ്സും. അത് ഇല്ലാത്ത അവസ്ഥയാണ്. ഒരു ഇല്ലാ കണക്ക് പറഞ്ഞ് വ്യക്തമായ ഒരു കണക്ക് നൽകാതെ KSRTCയിൽ വരുന്ന വരുമാനം എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിച്ചുകൊണ്ട് ജീവനക്കാർ ശരിയല്ല എന്നുള്ള രീതിയിൽ സകല പരീക്ഷണങ്ങളും ഈ മന്ത്രിയും ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റും KSRTC ജീവനക്കാരന്റെ മേൽ അടിച്ചേൽപ്പിക്കുക. നിങ്ങൾക്കറിയോ, KSRTCയിൽ 16 ഫിസിക്കൽ ഡ്യൂട്ടി ഇല്ലെങ്കിൽ അവന് ശമ്പളം കൊടുക്കില്ല. അവൻ 15 ചെയ്തിട്ടുള്ളൂ എങ്കിൽ അവന് ശമ്പളമില്ല. അത് ഇപ്പോഴും അരിയറായി. 14 ദിവസം പണിയെടുത്തത് KSRTCക്ക് ആ 14 ദിവസത്തെങ്കിലും ശമ്പളം കൊടുക്കണ്ടേ? നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ആനുകൂല്യം KSRTC കൊടുക്കുന്നില്ല. KSRTC ജീവനക്കാരന് 10,000 കോടി കൊടുത്തു, 5,000 കോടി കൊടുത്തു എന്ന് പറയാൻ എന്ത് ആനുകൂല്യമാണ് KSRTC ജീവനക്കാരന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നത്? ശമ്പളത്തിനാണ് ഞങ്ങൾ കൊടുത്തത് എന്ന് ഗവൺമെന്റ് പറയുകയായി. അപ്പൊ ഇവിടെയുള്ള 220 കോടി രൂപ 200 കോടി രൂപ വരുമാനം കിട്ടുന്നത് എവിടെ? അത് ടിക്കറ്റ് വരുമാനം മാത്രം. ടിക്കറ്റ് വരുമ്പോൾ പാൽവണ്ടി വെച്ചതും മീൻ വണ്ടിയിലും ഒക്കെ വരുമാനം പുറത്തുണ്ടാകാതെ ഇരിക്കട്ടെ. അപ്പൊ ആ വരുമാനം എവിടെ? ഇത് പറയേണ്ടത് ഇതേ മന്ത്രി തന്നെയല്ലേ? ഇതേ മന്ത്രി തന്നെയല്ലേ ഇതും പറയേണ്ടത്? ഞങ്ങൾ കൊടുത്ത ഇത്ര കോടിയുണ്ട്, ഇത്ര വരുമാനമുണ്ട്. ഏകദേശം 3000-ഓളം കോടി രൂപ നമുക്ക് വർഷത്തിൽ ടിക്കറ്റ് വരുമാനത്തിൽ നമുക്ക് വരിക. ഈ ഗവൺമെന്റ് പറഞ്ഞു 4,500 5,000 കോടി രൂപയോളം ഗവൺമെന്റ് KSRTC ക്യാഷ് ആയിട്ട് വന്നു. ഈ തുക എവിടെ പോയി?
ഗവൺമെന്റ് അല്ലേ പറയുന്നത്, ഗവൺമെന്റ് ഈ ഷെഡ്യൂൾ തയ്യാറാക്കുന്നതിലുണ്ടാകുന്ന ചില അപാകതകളുണ്ടല്ലോ. കൃത്യമായ രീതിയിൽ വണ്ടി ചില റൂട്ടുകളിൽ വണ്ടി കൃത്യമായി ആവശ്യ സമയത്ത് കൊടുക്കാത്ത ചില ഇടപെടലുകൾ ഉണ്ടാവുന്നില്ലേ? അത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട കാര്യമല്ലേ? അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, യാതൊരുവിധ സംശയവുമില്ല. നേരത്തെ അങ്ങ് പറഞ്ഞതുമാതിരി ജീവനക്കാരുടെ കയ്യിൽ നിന്നും ഏതെങ്കിലും ജീവനക്കാരന്റെ കയ്യിൽ നിന്നും സ്വകാര്യ ലോബിയെ സഹകരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് ഈ സാങ്കേതിക വിദ്യ വളർന്ന സമയത്ത് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല മറ്റൊരു സ്വകാര്യ വാഹനം. അല്ല, അതൊരു പക്ഷേ ചില ആളുകൾ മടുത്തിട്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ പ്രതികരിക്കാതെ പോയി പോകുന്നത്. എത്തുമ്പോൾ വൈകുന്നേരത്തോടു കൂടി നമുക്ക് അയച്ചു കിട്ടിയ ഒരു സന്ദേശത്തിൽ നിന്ന് വായിച്ച കാര്യമാണ് ഞാൻ അങ്ങയുടെ നേരത്തെ സൂചിപ്പിച്ചത്. എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സ്വകാര്യ ലോബിയെ സഹായിച്ചാൽ അതിലിരിക്കുന്ന 10-60 യാത്രക്കാരെ വെച്ച് പോവാ. ഏതെങ്കിലും ഒരു ആള്, ഒരു പാസഞ്ചർ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിന് ശിക്ഷണ നടപടികളായി KSRTCക്ക് പുറത്താണ്. ഇനി ഷെഡ്യൂളുകളിൽ അപാകത പറയുന്നു. ഈ ഷെഡ്യൂളുകളും ഈ മാനേജ്മെന്റാണ് ഷെഡ്യൂളുകൾ തീരുമാനിക്കുന്നത്. ഇവിടെയുള്ള ജീവനക്കാരനോ ട്രേഡ് യൂണിയനോ അതിൽ ഒരു പങ്കാളികളാവാൻ ഇവർ സമ്മതിക്കില്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ കഴിയില്ല. അപ്പൊ ഇന്ന് KSRTCയിലെ മിക്കവാറും ഷെഡ്യൂളുകളും ലാഭകരമാണ്, അല്ലെങ്കിൽ നമുക്ക് ഇത്ര വരുമാനം കിട്ടില്ല. ഈ 3000 ചില്ലറ വണ്ടികളിൽ നിന്നും നമുക്ക് 7 കോടി രൂപയോളം ഒരു ദിവസം വരുമാനം എന്ന് പറഞ്ഞാൽ ആ ചില ഷെഡ്യൂളുകൾ അപാകത ഉണ്ടാവാം. 10,000 വരുമ്പോൾ നമുക്ക് അത്ര ഷെഡ്യൂളുകൾ വരുമ്പോൾ അതിനനുസരിച്ച് ഏകദേശം ഒരു 2,900 ഷെഡ്യൂളുകളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. 2,800 ചില ഷെഡ്യൂളുകൾ അതിൽ ചില വീഴ്ചകൾ വന്നിട്ടുണ്ടാവാം. അതിലുപരി ഇപ്പോൾ നമുക്ക് MLA സർവീസ്, മലയോര തീരദേശ മേഖലകളിലോട്ടുള്ള സർവീസ്, അത്തരം സർവീസുകളിലൊക്കെ ചില സമയങ്ങളിൽ ചിലപ്പോൾ വീഴ്ചകൾ സംഭവിച്ചു. പക്ഷേ ഈ ഷെഡ്യൂളുകൾ തീരുമാനിക്കുന്നത് ആരാ? ഇവിടുത്തെ ഗവൺമെന്റും മാനേജ്മെന്റുമാണ്. അവരാണ് എങ്ങോട്ട് വാഹനം ഓടിക്കുന്നത്, ഏത് സമയത്ത് ഓടിക്കണം എന്ന് തീരുമാനിക്കും. അതിന്റെ അപാകതകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ച തിരുത്താവുന്നതുമാണ്. ജീവനക്കാർ തന്നെ പലതും പറഞ്ഞുകൊണ്ട് തിരുത്തുന്ന ഒരു സംവിധാനം എന്റെ അടക്കം കണ്ണിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഏത് തരത്തിലുള്ള പരിഷ്കാര പരിപാടികൾ അവതരിപ്പിച്ചാലും അത് എതിർക്കുന്ന ഒരു നിലപാടാണ് യൂണിയനുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആ ഒരു വിഷയത്തിൽ മാത്രം, ഇതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം യൂണിയനുകൾക്ക് എപ്പോഴും ഒരേ സ്വരമാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 3 മേഖലകളാക്കിയാൽ KSRTC ലാഭത്തിലാവുന്നു എന്ന് പറഞ്ഞു. 3 മേഖലകളാക്കി യൂണിയനുകൾ എതിർക്കേണ്ട സമയത്ത് എതിർക്കുമ്പോൾ അത് മാനേജ്മെന്റ് ഗവൺമെന്റ് അംഗീകരിക്കും. 3 ആക്കി. മെക്കാനിക്കുകളുടെ സമയം മാറ്റി, ഡ്യൂട്ടി അവർക്ക് നൈറ്റ് മാത്രം 365 ദിവസം നൈറ്റ് ജോലി ചെയ്യാൻ പറഞ്ഞു. 12 മണിക്കൂർ പണിയെടുത്തു, 8 മണിക്കൂർ. 1/2 ഡ്യൂട്ടിയുമായി വെട്ടിക്കുറച്ചു ഡ്യൂട്ടികൾ. ഇവിടെ ലാഭത്തിലായോ? പിന്നെ ടിക്കറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആണ്. ഇവിടുത്തെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിന്റെ ഡ്യൂട്ടി സമയത്തിൽ മാറ്റം വരുത്തി. ഇവിടെ ലാഭത്തിലായോ? ഇപ്പൊ സിംഗിൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരിക്കുന്നു. ലാഭത്തിലായോ? സിംഗിൾ ഡ്യൂട്ടിയൊക്കെ അതിന്റെ അത്തരത്തിലുള്ള ഒരു ആശയം പറഞ്ഞപ്പോൾ തന്നെ ശക്തമായ രീതിയിലുള്ള വിമർശനമായിരുന്നല്ലോ ഈ യൂണിയനുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി വന്നത്. അവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണത്. സിംഗിൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ ജോലി ചെയ്യൂ, 8 മണിക്കൂർ ശമ്പളം തരാം. അതാണ് അംഗീകരിക്കുക. 8 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി ആർക്കാണ് അതിനെ എതിർക്കാൻ സാധിക്കുക? അത് ഇന്ത്യയിലുള്ള ഒരു നിയമമല്ലേ? ഇവിടെ വർക്ക്ഷോപ്പുകൾ ഒരു ഡിപ്പോ ആക്കി, ജില്ലാ കേന്ദ്രത്തിൽ ഒരു വർക്ക്ഷോപ്പ് ഒരു ഡിപ്പോ ആക്കി. ആരെങ്കിലും എതിർത്തോ? അത് ഇവർ നടത്തിയില്ലേ? അവർ തന്നെ മെക്കാനിക്കുകളുടെ വർക്ക് നോംസ് ഞങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. ഇവിടെ യൂണിയനുകൾക്ക് എതിർക്കാൻ സാധിച്ചോ? അവർ തന്നെ അത് നടപ്പാക്കുന്നില്ലേ? KSRTC ഇന്നൊരു പരീക്ഷണശാലയാണെന്ന്. ഇവിടെ കോവിഡിന്റെ മറവിൽ ഇവർ ചെയ്തത് എന്താ? ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷനുള്ള വണ്ടികളൊക്കെ പാടെ പാർക്ക് എന്ന ഓമന പേരിട്ട് കൂട്ടിയിട്ട് നശിപ്പിച്ചു. എത്ര വാഹനങ്ങളാ നമുക്കൊക്കെ AC-യും ലോ ഫ്ലോറുമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ റൂട്ടുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ മുഴുവൻ നശിപ്പിച്ചു. ഇന്ന് കാണാൻ കിട്ടാത്ത അവസ്ഥയായി. അതുപോലെ തന്നെ സർവീസ് കണ്ടീഷനുള്ള വാഹനങ്ങൾ നശിപ്പിച്ചു. ഇതൊക്കെ ഈ ഗവൺമെന്റിന്റെ അതോടുകൂടി അല്ല എന്ന് ഇവിടുത്തെ മന്ത്രിക്ക്, ഇന്ന് പ്രസ്താവന നടത്തിയ മന്ത്രിക്ക് പറയാൻ കഴിയുമോ? അത്തരം ഒരു സമീപനമാണ്. ഒരു ഇച്ഛാശക്തി ഇല്ലാത്ത, ഒരു ദീർഘവീക്ഷണമില്ലാത്ത, ഈ സ്ഥാപനത്തെ നശിക്കുമെന്ന് പറയുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. അതിന് കൊടപിടിക്കുന്ന മാനേജ്മെന്റ്. ഞാൻ മാനേജ്മെന്റിന് അധികം പറയില്ല, കാരണം ഗവൺമെന്റ് പോളിസി നടപ്പാക്കുന്ന തൊഴിലാളികൾ മാത്രമാണ് മാനേജ്മെന്റ്. നഷ്ടത്തിന്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ വരുമാനമില്ല എന്ന് പറഞ്ഞ്, ഞാൻ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഗഡുക്കളാക്കാം ശമ്പളം എന്നുള്ള തിട്ടൂരമിറക്കാൻ ആര് തിരിഞ്ഞാലും അതിനെതിരെ എംപ്ലോയി സംഘ് ശക്തമായ സമരത്തിലുണ്ടാവും. ഒപ്പം അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിയുടെയും MLA-യും അവരുടെ ഇന്ന് കേരളം 4 ലക്ഷത്തോളം കോടി രൂപ കടത്തിലാണ്. അവരുടെ ഗഡുക്കളായി തുടങ്ങട്ടെ, അവിടുന്ന് തുടങ്ങി വരട്ടെ. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നഷ്ടത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഓരോന്നായിട്ട് എടുക്കട്ടെ. സെക്രട്ടേറിയറ്റ് ആണല്ലോ, അതൊക്കെ നഷ്ടത്തിലാണല്ലോ. അപ്പോ ഇവിടെ KSRTC ജീവനക്കാരന്റെ മുകളിൽ മാത്രം കയറുന്നത്
ഇത് വ്യക്തമായ സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലാണ്. ഇതിനെ നശിപ്പിച്ചുകൊണ്ട് തൊഴിലാളികളുടെ തീർച്ചയായും അത് അങ്ങ് ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ശ്രീ കെ ഷാജി, ഈ ഒരു വിഷയത്തിൽ രാജേഷ് അപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത് ഒരു സ്വകാര്യവൽക്കരണം അതിന്റെ രീതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിഷ്കാര പരിപാടികൾ എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതിനെ ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുക? തീർച്ചയായും ഇതൊരു സ്വകാര്യവൽക്കരണ നീക്കമാണെന്ന് ഞങ്ങൾ ആദ്യം തന്നെ സൂചിപ്പിച്ചില്ലേ. സുശീൽ ഖന്ന എന്ന് പറയുന്ന അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു പഠന റിപ്പോർട്ട് നടപ്പിലാക്കി. സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ തരാമെന്ന് പറഞ്ഞു, ശമ്പളം കൃത്യമായി തരാമെന്ന് പറഞ്ഞു. കേരളത്തില് സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കിയാൽ തരാമെന്ന് പറഞ്ഞു. ഷിഫ്റ്റ് കമ്പനി നടപ്പിലാക്കിയാൽ ശമ്പളം തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കിയാൽ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതിനെയൊക്കെ തൊഴിലാളികൾ എതിർക്കുന്നുണ്ടെങ്കിലും തൊഴിലാളികളുടെ പിന്തുണ ഇല്ലാതെ തന്നെയാണ് മാനേജ്മെന്റും ഇവിടുത്തെ സർക്കാരും. ഞങ്ങൾ മാനേജ്മെന്റിനേക്കാൾ ഞങ്ങൾ എതിർക്കുന്നത് ഇവിടുത്തെ സർക്കാരിനെയാണ്. ഇവിടുത്തെ മാനേജ്മെന്റ് ചെയ്യുന്നത് ഇവിടുത്തെ സർക്കാരിന്റെ നയമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇത്തരം കാര്യങ്ങൾക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നയമാണോ നടപ്പിലാക്കുന്നതെന്ന് ഇവിടുത്തെ മന്ത്രിയും ഇവിടുത്തെ മുഖ്യമന്ത്രിയും പൊതുജനങ്ങളോട് പറയുവാൻ തയ്യാറാകാം. ഈ സ്വകാര്യവൽക്കരണ നീക്കങ്ങളെയും ഈ ശമ്പളം ഗഡുക്കളായി തരാനുള്ള ഒരു കാലത്തും KSRTC-യിൽ കഴിഞ്ഞ 7 വർഷമായി കാണാത്ത തൊഴിലാളി പ്രതിഷേധമാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടത്. കേരളത്തിന്റെ ഭരണകക്ഷി യൂണിയനായ CITU അടക്കം AITUC അടക്കം ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BMS അടക്കം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന INTUC അല്ലെങ്കിൽ TDF അടക്കമുള്ള തൊഴിലാളികൾ ഒറ്റക്കെട്ടായി ഇന്ന് കേരളത്തിലെ പൊതുനിരത്തുകളിൽ ഇറങ്ങിക്കൊണ്ട് ഈ ഉത്തരവ് കത്തിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുന്നു. ഞങ്ങൾക്കിനി നഷ്ടപ്പെടുവാനൊന്നുമില്ല. ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ ആയുസ്സും ഈ സ്ഥാപനത്തിന് വേണ്ടി ഞങ്ങൾ ബലി കൊടുക്കുകയാണ്. എന്നാൽ ഇത്രയേറെ കഷ്ടം സഹിച്ചിട്ടും ഞങ്ങളെ വീണ്ടും നാളെ ഞങ്ങൾക്കൊരു സ്വപ്നത്തിന് ആശാവഹമില്ലാത്ത നടപടികളാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഞങ്ങൾക്ക് നാളെ ഒരു നല്ലതുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല. കാലങ്ങളായി എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഇത്രയും നാൾ നടപ്പിലാക്കിയ ഈ 7 വർഷക്കാലം നടപ്പിലാക്കിയ പരിഷ്കരണ നടപടികളുടെ പാളിച്ച ആർക്കാണ്? ആ പാളിച്ചയിലുണ്ടായ നഷ്ടം എന്താണ്, അതിനുള്ള നേട്ടം എന്താണെന്ന് പഠിച്ചുകൊണ്ട് അതിനെതിരെ നടപടികൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ. തീർച്ചയായും ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ അത് ഇനിയും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ മാനേജ്മെന്റ് തടത്തിൽ നടത്തുന്ന നടപടികൾ അത് കൃത്യമായ രീതിയിലുള്ള ഓഡിറ്റിംഗ് സംവിധാനത്തിലൂടെ തന്നെ പോകണമെന്നുള്ള ആവശ്യം പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നു. ഒപ്പം തന്നെ സർക്കാരിൻ്റെ നിലപാടുകൾ, സർക്കാരിൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റായിട്ട് തന്നെയാണ് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിമർശനങ്ങൾ മുഴുവൻ സർക്കാരിന് എതിരായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ട് വരും എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് അല്ലെങ്കിൽ ഈ തൊഴിലാളി സംഘടനകൾക്കുള്ളത്. ഈ ഒരു വിഷയത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇനിയും അത് തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും KSRTC എന്ന് പറയുന്ന ഒരു സംവിധാനം അത് നിലനിൽക്കേണ്ടത് തന്നെയാണ്. ഒരു തരത്തിലും പൊതുമേഖലാ സ്ഥാപനം ഇല്ലാണ്ടായി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് വേണ്ടത്. സഹായം പറ്റി മാത്രം നിൽക്കേണ്ട ഒന്നല്ല KSRTC. അഡ്ജസ്റ്റ്മെന്റ് ഒരു ശാശ്വത പരിഹാരവുമല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ആയൂർ ബിജു, ഒപ്പം തന്നെ കെ ഷാജി, കെ രാജേഷ. നന്ദി.